നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് മുള്ളങ്കിയാണ്. ആഹാരമായിട്ടും അതുപോലെ ഔഷധമായിട്ടും ഉപയോഗിക്കുന്ന മുള്ളങ്കി നമുക്ക് ഏവർക്കും സുപരിചിതമാണ്. മൂത്ര സംബന്ധമായ അസുഖങ്ങൾക്കും അതേപോലെ ദഹനശക്തിയെ വർദ്ധിപ്പിക്കുവാനും ഒരു ഉത്തമമായ ഔഷധം കൂടിയാണ് മുള്ളങ്കി. ബ്രാസിക്കേസിയ കുടുംബാംഗത്തിൽ വരുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം റാഫിനസ് സറ്റൈവ എന്നാണ്. സംസ്കൃതത്തിൽ ഇതിനെ ഹരിപർണ, നീലകണ്ഠം, രുചിഷ്യം, ഹസ്തിദന്തകം എന്നൊക്കെയാണ് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇത് കൂടുതലായും ചതുപ്പ് പ്രദേശങ്ങളിലും പ്രത്യേകിച്ച് ബീഹാർ, ഉത്തർപ്രദേശ്, തമിഴ്നാട് എന്നീ സ്ഥലങ്ങളിലുമാണ് കൂടുതലായി കൃഷി ചെയ്യപ്പെടുന്നത്. തടിച്ചു വെളുത്ത് ആനക്കൊമ്പിൻ്റെ പോലെയുള്ള മൂലഗന്ധമാണ് ഈ മുള്ളങ്കിയുടെ പ്രത്യേകത. ഇതിൻ്റെ ഇലകൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. വ്യത്യസ്ത ആകൃതിയിലുള്ള വ്യത്യസ്ത നീളത്തിലുള്ള ഇലകളാണ് ഇതിനുണ്ടാവുക. അത് പച്ച നിറവും പഴുത്തു കഴിഞ്ഞാൽ ഒരു മഞ്ഞ കളറിലുമാണ് കാണപ്പെടുക. ഇതിൻ്റെ മൂലഗന്ധമാണ് ഔഷധയോഗ്യമായ ഭാഗം. അത് പുറന്തോലി വളരെ മിനുസമാർന്നതും എന്നാൽ കട്ടിയുള്ളതുമാണ്. ഇനഭേദമനുസരിച്ച് ഇതിൻ്റെ കിഴങ്ങിന് എരിവ് രസമോ മധുര രസമോ കയ്പ് രസമോ വരെ ഉണ്ടാവാറുണ്ട്. ഇതിൻ്റെ വിത്തുകൾ അനേകമായി 2 നിരകളിലായി ചെറുതും ഉരുണ്ടതുമായിട്ടാണ് കാണപ്പെടാറുള്ളത്. ഇതിൻ്റെ മൂലഗന്ധത്തിൽ ആൽബുമിനോയിഡ്, ആൽക്കലോയിഡ്, കാർബോഹൈഡ്രേറ്റ് എന്നിവ നിരവധിയായി അടങ്ങിയിരിക്കുന്നു. കരളിൻ്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുവാനും അതുപോലെ മൂത്രത്തിലെ കല്ല് ഒഴിച്ചുവിടാനും വളരെ നല്ലൊരു ഔഷധമാണ് മുള്ളങ്കി. ഇല, മൂലകന്ധം എന്നിവയാണ് ഔഷധയോഗ്യമായ ഭാഗങ്ങൾ. ഇതിൻ്റെ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. മുള്ളങ്കി ഒരു ശീതവീര്യമുള്ളൊരു ഫലമാണെന്ന് പറയാം. അത് ഈ ദിവസേന മുള്ളങ്കി അകത്തേക്ക് അതിൻ്റെ നീരെടുത്തിട്ടോ അല്ലെങ്കിൽ അത് തന്നെ കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടും. മാത്രമല്ല ഇത് ഈ മഞ്ഞപ്പിത്ത രോഗികൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. കാരണം ലിവറിന് ഇത് നല്ല ആക്ഷനുണ്ട്. പിന്നെ ഇത് പൊടിയാക്കി വെച്ച് ദിവസേന ഓരോ ടീസ്പൂൺ പാല് കലക്കി കഴിച്ചു കഴിഞ്ഞാൽ ഈ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന വയറ് കാഴ്ച, ഈ അസ്ഥിസുരുക്കം എന്നിവയ്ക്കൊക്കെ നല്ല ഫലമാണ്. പിന്നെ ഈ മുള്ളങ്കി ഇടിച്ചു കഴിഞ്ഞാൽ നീര്, ഈ ചെവി വേദന വരുമ്പോൾ അതിൻ്റെ നീരെടുത്ത് ലേശം ഒഴിച്ചാൽ മതി. ഏറ്റവും പ്രധാനം നല്ലൊരു ആഹാരമാണ്. നല്ല ന്യൂട്രീഷനായിട്ടുള്ള നല്ല പോഷകമായിട്ടുള്ള ഒരു വൃശ്യമായിട്ടുള്ള ഒരു ആഹാരമാണ്.